എമ്പുരാന്റെ വിവാദം അടങ്ങുന്നതിന് മുമ്പ് തന്നെ മമ്മൂട്ടി ചിത്രം ബസൂക്ക റിലീസിലെത്തിയിരിക്കുകയാണ്. എന്തായാലും ബസൂക്ക സൂപ്പർ ഹിറ്റ് ചിത്രം എന്നാണ് കാണികളുടെയൊക്കെ ഒരു അഭിപ്രായം. വിഷുവിന് തൂത്തുവാരാൻ തന്നെ ബസൂക്ക തയ്യാറായിരിക്കുകയാണ്. ഞാനും സിനിമ കണ്ടു, ബസൂക്ക കണ്ടു. വളരെ നല്ലൊരു ചിത്രം, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ചിത്രമാണ്. പക്ഷെ എനിക്കതിലൊക്കെ അത്ഭുതം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി തോന്നിയത് മമ്മൂട്ടിയുടെ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളും ഒരു വ്യത്യസ്ത ലുക്കും വ്യത്യസ്ത ക്യാരക്ടറുമാണ് ബസൂക്കയിൽ ഇഷ്ടപ്പെട്ടത്. ഇതൊരു ഗെയിമിംഗ് ആണ്, ഈ ഒരു ചിത്രം പറയുന്ന ഒരു ഗെയിമാണ്. ഏറെക്കുറെ കുട്ടികൾക്ക് കുറച്ച് ഇഷ്ടപ്പെടും. ഗെയിം മീൻസ് ഇത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു എൻകൗണ്ടർ ഒക്കെ നടത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അതേസമയം ബസൂക്ക എന്ന ഒരു പേര് തന്നെ ഒരു ഗെയിമാണ്. അപ്പൊ അതില് ഒരു വില്ലൻ കഥാപാത്രമാണ് ശരിക്കും മമ്മൂക്ക. പക്ഷെ നമ്മൾ ആദ്യം ഈ ഒരു സിനിമയുടെ എൻഡിങ് എത്തുമ്പോഴാണ് മമ്മൂക്ക വില്ലനാണെന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്നത്. ആ ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ എന്ന് തന്നെ പിന്നെ പറയേണ്ടി വരും. കാരണം മമ്മൂക്ക ആദ്യം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന ഒരു രീതിയിൽ ഒരു കഥ പറയുന്നതും ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ എൻകൗണ്ടർ കഥയും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നീട് ബസൂക്ക എന്ന് പറഞ്ഞ ഒരു ഗെയിം, ഒരു സൈക്കോപാത്ത് ആയിട്ടാണ് അതില് മമ്മൂക്ക വരുന്നത്. അപ്പൊ മമ്മൂക്ക തന്നെയാണ് മമ്മൂക്കയുടെ കഥ മറ്റൊരാളോട് വിവരിക്കുന്നതും ഒക്കെ. എന്തായാലും ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. മമ്മൂക്ക ഒരു സൈക്കോപാത്തായിട്ടും ഒക്കെയാണ് ഇതിനകത്ത് കാണപ്പെടുന്നത്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള ഒരു വേഷവിധാനം കാണുന്നു. അതിനുശേഷം ഒരു പോലീസ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ അല്ലെങ്കിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഓഫീസറായിട്ട് കാണുന്നു. അതിൽ ഒരു ആക്ഷൻ ത്രില്ലർ രംഗങ്ങളൊക്കെ അടിപൊളി. അത് ഒരു ഫൈറ്റിങ്, സാധാരണക്കാരനായിട്ട് വന്നിട്ട് പിന്നെ പെട്ടെന്ന് ഒരു ബസ്സിൽ, അത് ടൂറിസ്റ്റ് ബസ്സിൽ കഥ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞ ആ ഒരു സസ്പെൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. പിന്നീട് വരുന്ന ഒരു വില്ലൻ കഥാപാത്രം, അത് ഒരു അഡാറ് സംഗതി എന്ന് തന്നെ പറയാം. ഭ്രമയുഗത്തിലൊക്കെ മമ്മൂക്കയെ കണ്ട ആ ഒരു ആക്ഷൻസ്, ഒരു ക്ലോസ് ഇതായിട്ടുള്ള പല ആക്ഷൻസ് ഫേസും ഒക്കെ ഭയങ്കരമായിട്ട് ത്രില്ലിംഗ് ആണ്. ഈ ഇത്രയും പ്രായമുള്ള മനുഷ്യനാണോ ഇതൊക്കെ കാണിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കും. കാരണം ഇപ്പൊ ഡിനോ ഡെന്നിസ് എന്ന് പറയുന്ന നവാഗത സംവിധായകനാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഡിനോ ഡെന്നിസ് ആദ്യം തിരക്കഥ മമ്മൂക്കയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ആട്ടിപ്പയക്കുകയാണ് ചെയ്തത്. പിന്നീട് തിരക്കഥ അത് കാണുകയും അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുകയും, അപ്പൊ പിന്നീട് നോക്കിയപ്പോൾ അതിനകത്ത് നിർമ്മാണത്തിനായിട്ട് പ്രൊഡ്യൂസേഴ്സിനെ കിട്ടിയില്ല. അപ്പൊ പ്രൊഡ്യൂസേഴ്സിനല്ല, ഡയറക്ടറിനെ കിട്ടിയില്ല. ഡയറക്ടറിനെ കിട്ടാഞ്ഞപ്പോൾ മമ്മൂക്ക തന്നെയാണ് ഡിനോയോട് പറഞ്ഞത്, എന്തുകൊണ്ട് താങ്കൾക്ക് ഇത് ഡയറക്റ്റ് ചെയ്തുകൂടാ എന്നുള്ളത്. കാരണം തിരക്കഥാകൃത്തായിട്ട് വന്നിട്ട് ഫസ്റ്റ് ഡയറക്ഷനാണ് ഡിനോ ഡെന്നിസിന്. പക്ഷെ തഴക്കവും പഴക്കവും ചെയ്യുന്ന ഡയറക്ടർമാരെ പോലെ തന്നെ ഈ ഒരു ചിത്രത്തില് നമുക്ക് ഡിനോ ഡെന്നിസിന്റെ കൈകൾ, അല്ലെങ്കിൽ ആ ഒരു കല വൈഭവം നമുക്കിതിൽ പ്രകടമാവും. കാരണം അത്രയ്ക്ക് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഓരോ സീനുകളും അല്ലെങ്കിൽ ക്ലോസ്ഡ് വിഷ്വൽസും മൂവിങ് വിഷ്വൽസും സ്ലോ മോഷൻ വിഷ്വൽസും ഒക്കെ ഭയങ്കര അതിഗംഭീരമായിട്ടാണ് മമ്മൂക്ക ഇതിൽ ഡിനോ ഇറക്കിയിരിക്കുന്നത് തന്നെ നമുക്ക് പറയാൻ പറ്റും. മമ്മൂക്കയുടെ ഒരു പുള്ളിയുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രായത്തിനെയും വെല്ലുന്ന തരത്തിലുള്ള വേഷവിധാനങ്ങളും ആക്ഷൻസും നമുക്ക് മാക്സിമം അതിനകത്ത് ഡിനോ യൂസ് ചെയ്തിട്ടുണ്ട്. ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഒരുമാതിരി ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അത് വലിയൊരു മേക്കിങ്ങും ബാക്കിയുള്ളത്. ഈ എമ്പുരാൻ നമുക്കറിയാം ഭയങ്കര ബിഗ് ബഡ്ജറ്റ് പ്രൊഡക്ഷനാണ്. ഒരുപാട് കോടികൾ മുടക്കി മോഹൻലാലിനെയൊക്കെ കെട്ടി ഒരുക്കി വന്നപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു റോബർട്ടിക്ക് ഒരു മൂവ്മെന്റ് ആയിട്ടാണ് എനിക്ക് മോഹൻലാലിനെ അനുഭവപ്പെട്ട. ആ കോട്ടൊക്കെ ഒട്ടും ആപ്റ്റായിട്ടുള്ള ഒരു വേഷമായിട്ട് എനിക്ക് തോന്നിയില്ല. പലരും അതിൽ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിൽ മമ്മൂക്കയെ വളരെ ഡീസെന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഓരോ സീനിലും ആപ്റ്റായിട്ടുള്ള വേഷങ്ങൾ അണിയിച്ച് സ്പെക്സ് ഒക്കെ ആണെങ്കിൽ അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടാണ് ഡിനോ ഇതിനകത്ത് മമ്മൂക്കയെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടിക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ഒരു പക്ഷെ മലയാളം നടന്മാരിൽ വേറെ ആരും അതിലൊരു ആപ്റ്റായിട്ട് എനിക്കും തോന്നിയില്ല. ലാസ്റ്റ് ആ ഒരു വില്ലൻ കഥാപാത്രമായിട്ട് വരുന്ന ആ ഒരു വേഷം എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. കാരണം അതിൽ അവസാനം മമ്മൂക്കയുടെ കാലില്, കാരണം ഒരു സൈക്കോപാത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ് വരുന്നത്. ഒരു ട്രാൻസ്ജെൻഡർ എന്ന് നമുക്കതിൽ പറയാൻ പറ്റത്തില്ല. ആ ഒരു സ്ത്രീയുടെ ഒരു ചേഞ്ചും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം കാലില് തളയും കൊലുസും ഒക്കെ 2-3 ബാംഗിൾസ് ഒക്കെ ഇട്ട്, ഈ പറഞ്ഞതുപോലെ കൊലുസുകളൊക്കെ ഇട്ട് ഉള്ള ഒരു മൂവ്മെന്റ്, മമ്മൂട്ടി നടന്നു വരുന്ന ഒരു മൂവ്മെന്റ് ഭയങ്കരമായിട്ട്
നല്ലൊരു അഭിനയ മുഹൂർത്തമാണ് മമ്മൂട്ടി അതിൽ കാഴ്ചവെച്ചത്. ഏതായാലും വലിയ പ്രൊമോഷൻസോ കൊട്ടിഘോഷമോ ഒന്നും ഇല്ലാത്ത ഒരു സിനിമയാണ്. കാരണം പ്രൊമോഷന് മമ്മൂക്ക എത്തിയിട്ടില്ലായിരുന്നു. പലപ്പോഴും അദ്ദേഹം സുഖമില്ലാത്ത വിവരം നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. പ്രാർത്ഥനയോടെയാണ് മലയാളികൾ കാത്തിരിക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടായിരിക്കും പ്രൊമോഷനൊന്നും അദ്ദേഹം എത്താഞ്ഞത്. അധികം പ്രൊമോഷനൊന്നും ഈ സിനിമയ്ക്ക് നമ്മൾ കണ്ടിട്ടുമില്ല. ഇപ്പൊ എമ്പുരാനെ പോലെ അങ്ങ് പാൻ ഇന്ത്യൻ മൂവി അങ്ങനത്തെ ഉള്ള വലിയ പ്രൊമോഷനൊന്നും കണ്ടിട്ടില്ലെങ്കിലും പക്ഷേ ബസൂക്ക തിയേറ്ററിൽ നല്ല രീതിയിൽ ട്രെൻഡിങ് ആവുകയാണ്, ഓടുന്നുണ്ട്. വിഷുവിന് എന്തായാലും ബസൂക്ക പൊളിച്ചെടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. എമ്പുരാനൊക്കെ ഇപ്പോൾ ഏകദേശം അതിന്റെ ഇതൊക്കെ കഴിഞ്ഞു, ഇമ്പാക്റ്റ് ഒക്കെ കഴിഞ്ഞു. പക്ഷേ എനിക്ക് എമ്പുരാനേക്കാളും എനിക്ക് കുറച്ചുകൂടെ മേക്കിംഗ് ഇഷ്ടപ്പെട്ട ബസൂക്ക തന്നെയാണ്. കാരണം ഇത്രയും വലിയ ക്യാമറയും അവർ ആ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം നിർമ്മിച്ചപ്പോൾ ആദ്യത്തെ ഡയറക്ഷനാണ് ഈ ഡിനോയുടെ. അപ്പം ആ ഒരു ഡയറക്ടർ തഴക്കവും പഴക്കവും ചെന്നത് ഞാൻ ആദ്യം പറഞ്ഞതില്ല, ആ ഒരു മികവിൽ തന്നെ അദ്ദേഹം അത് സിനിമ എടുത്തിട്ടുണ്ട്. പല ഷോട്ടുകളും അത്രയ്ക്ക് ഇതായിട്ടാണ്. മാത്രമല്ല ഒരു ചിട്ടയുണ്ടായിരുന്നു ഇതിൽ. മറ്റേത് എമ്പുരാനെ ഞാൻ വിമർശിക്കുകയല്ല, പക്ഷെ അതിൽ ഒരു കഥ ലൂസിഫറിനെ പോലുള്ള ഒരു കഥയോ അല്ലെങ്കിൽ ഒരു ഫീലിങ്സോ ഒരു ഇമ്പാക്റ്റോ അതിനകത്തില്ലായിരുന്നു. ഒരു ആക്ഷൻ മൂവി എന്ന് പറയാനും പറ്റില്ല. എല്ലാം കൂടെ ഒരു എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്നുള്ളത് പലയിടത്ത് വെച്ചുള്ള പല പല കട്ടിങ് ഷോട്ടുകളൊക്കെയാണ് കാണാൻ സാധിച്ചത്. പക്ഷെ ഇതല്ല, ഇതൊരു ഓർഡർ ഉണ്ട്. ഒരു കഥ പറയുന്ന രീതിയിൽ ഒരു ഓർഡർ അനുസരിച്ച് ഒരു ചിട്ടയോടെ ഒരു ചിട്ടയും വെടുപ്പും ഒക്കെ വെച്ചുള്ള വെടുപ്പും ഒക്കെ ആയിട്ട് എടുത്തിട്ടുള്ള നല്ലൊരു സിനിമ. നമുക്കത് കണ്ടിരിക്കും, ഇന്നതാണ് കഥ, ഇങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാം. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സസ്പെൻസ് ആണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതാണ് മമ്മൂക്ക അതിനകത്ത് വില്ലനായിട്ട് വരുന്നത്. എന്തായാലും തുറന്നു പറഞ്ഞുകൂടാ, ബാബു ആന്റണിയൊക്കെ ഉൾപ്പെടെയുള്ളവരുണ്ട്. ബാബു ആന്റണിയുടെയൊക്കെ ഒരു ചെറിയ സീനുകളാണെങ്കിലും അദ്ദേഹം അത് വേണ്ടുന്ന രീതിയിൽ അതിന്റെ മികവ് പുലർത്തിയിരുന്നു. ഏതായാലും വലിയ നല്ലൊരു സിനിമ, വിഷുവിന് പ്രത്യേകിച്ച് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമ. ഇതിൽ രണ്ട് ആശയങ്ങൾ, ഒരു പക്ഷേ രണ്ട് സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകാൻ പറ്റും. ഈ വെട്ടും കുത്തും കൊലപാതകവും ഒന്നുമല്ല, അല്ലെങ്കിൽ വൾഗാരിറ്റിയോ, അല്ലെങ്കിൽ കുടുംബസമേതം മാന്യമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന നല്ല ഒതുങ്ങിയ ഒരു സിനിമ. അതില് കുട്ടികളെ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഫാമിലിക്ക് പോയിരുന്ന് കാണാൻ പറ്റുന്ന തരത്തിലോ ഒന്നുമല്ല. നല്ലൊരു സിനിമ. കാരണം കുട്ടികൾക്ക് നൽകുന്ന രണ്ട് സന്ദേശങ്ങളാണ്. ഇതൊരു ഗെയിമിംഗ് ആണ്. ഗെയിമൊക്കെ കളിക്കുന്ന കുട്ടികൾ ഒരു സൈക്കോ പാത്തിലോട്ട് അവർ വഴിതെളിച്ച് പോവാൻ സാധ്യതയുണ്ട് എന്നൊരു സന്ദേശവും കൂടി ഇതിനകത്ത് നൽകുന്നു. മറ്റൊരു രീതിയിലും വേണമെങ്കിൽ കുട്ടികൾക്ക് എടുക്കാം. ഇതൊരു ഗെയിം ചേഞ്ചാണ്, ഗെയിം ചലഞ്ച് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെ ചെയ്യാമോ എന്നൊക്കെ ഉള്ള രണ്ട് തരത്തിലും എടുക്കാം. അത് പോസിറ്റീവായിട്ടും എടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കുന്നവരും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ ഗെയിമുകളൊക്കെ കളിച്ച് ഇതിനകത്തൊക്കെ അഡിക്ഷനായി പോയി കഴിഞ്ഞാൽ മൈൻഡൊക്കെ വേറെ ലെവലായി പോകും, അല്ലെങ്കിൽ ഭ്രാന്തമാകും എന്ന് ഒരു പക്ഷേ യുവതലമുറയ്ക്ക് മനസ്സിലാക്കുന്ന ഒരു വലിയ സന്ദേശവും കൂടി ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല കുട്ടികൾ കണ്ടിരിക്കും, ഗെയിമൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ അത് കണ്ടിരിക്കും. ഒരു ഗെയിം എങ്ങനെയാണോ വിൻ ചെയ്യുന്നത് ആ രീതിയിലാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി പോകുന്നത്. ഏതായാലും എനിക്കിഷ്ടപ്പെട്ടു. എമ്പുരാൻ പോലുള്ള സിനിമകൾ മറ്റുള്ള മതസ്പർദ്ധയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളർത്തി അല്ലെങ്കിൽ വിവാദമാക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ കോടികൾ നേടുമ്പോൾ ഇത്തരത്തിലുള്ള നല്ല ചിത്രങ്ങളിൽ ഇറങ്ങി സമൂഹത്തിന് കുറച്ചുകൂടി മാന്യമായിട്ടുള്ള നല്ലൊരു അംശം കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ബസൂക്ക എന്ന് പറയുന്ന സിനിമ നമുക്ക് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ കാണിക്കുന്നത്. എന്തായാലും ഇതുപോലുള്ള നല്ല നല്ല കലാവിഷ്കാരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. ബസൂക്ക എന്തായാലും മമ്മൂട്ടി പൊളിച്ചടുക്കി എന്ന് തന്നെ പറയാം. പുള്ളിയുടെ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ അത് അടിപൊളി തന്നെയാണ്. ഭ്രമയുഗം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ആ ഒരു ഭാവവ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു മുഖഭാവം മാക്സിമം യൂസ് ചെയ്തു, ഡിനു ഡെന്നിസ് തന്നെ യൂസ് ചെയ്തു എന്ന് തന്നെ പറയാൻ പറ്റും.